ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വ്യതിയാനം വന്ന വൈറസ്, വാക്സിനരികെ ലോകം. 8 കോടിയും കടന്ന് കോവിഡ് വ്യാപനം മുന്നോട്ട് കുതിക്കുകയാണ്. ലോകത്ത് ഇതുവരെ 17.5 ലക്ഷത്തിലധികം പേർ രോഗബാധയെ തുടർന്ന് മരിച്ചു. രോഗമുക്തി നിരക്കിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനായ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് പോലും വ്യാപനത്തിന്റെ ചങ്ങല മുഴുവനായി പൊട്ടിക്കാൻ സാധിച്ചിട്ടില്ല. പുതുവത്സരത്തിലേക്ക് ലോകം കടക്കുന്നത് 2 കോടിയിലേറെ രോഗികളുമായാണ്. ലോകത്തിന് ഏറെ പ്രതീക്ഷ പകരുന്ന ഒരു വാർത്തയും തെല്ലൊന്ന് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്തയും കൈമാറിയാണ് ഈ ഡിസംബർ മാസം കടന്നുപോകുന്നത്. കോവിഡ് വാക്സിന്റെ വിതരണം ആരംഭിച്ചെന്നും കൊറോണ വൈറസ് ഭാവഭേദം നടത്തി പുതുരൂപം കൈക്കൊണ്ടെന്നുമുള്ള ഈ 2 വാർത്തകളും ബ്രിട്ടനിൽ നിന്നാണ് വരുന്നത്. ആശ്വാസത്തിനും ആശങ്കയ്ക്കുമിടയിൽ ലോകം വൈറസിനെതിരെയുള്ള പോരാട്ടം തുടരുന്നു. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് ബ്രിട്ടനിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയത് ഈ മാസമാണ്. അതിവേഗം പടർന്നു പിടിക്കാൻ ജനിതക മാറ്റം വന്ന വൈറസിന് ശേഷിയുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനെ തുടർന്ന് ബ്രിട്ടനുമായുള്ള വ്യോമഗതാഗതം ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. വൈറസിന്റെ ജനിതക മാറ്റത്തെക്കുറിച്ച് മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീ എ അൽത്താഫ് വാർത്താതരംഗിണിയോട്. കൊറോണ വൈറസിന്റെ കാര്യത്തിൽ RNA ആണ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പം ഇതിന് സ്ഥിരമായിട്ട് മ്യൂട്ടേഷൻസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു വൈറസ് സ്ട്രെയിനുകളാണെങ്കിലും വൈറസ് ആണെങ്കിലും അതിൽ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും കാലം കഴിയുന്തോറും അതിന് ജനിതക മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനിതക മാറ്റങ്ങൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ദോഷകരം തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഗുണകരമായേക്കാം. വൈറസ് സ്പോണ്ടേനിയസ് ആയിട്ട് അതിന്റെ വ്യാപനം നിലയ്ക്കാൻ സാധ്യതയുണ്ട്. അത്തരം സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ കൊറോണ വൈറസ് 2ന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം അതിന്റെ ജനിതക ഘടന തന്നെ ആ രീതിയിൽ ഒരു പ്രൂഫ് ഫീഡിംഗ് ഫാക്ടർ ഒക്കെ ഉള്ള രീതിയിലായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നിൽക്കുന്ന ഒരു സാധ്യതയില്ല. പക്ഷെ അതേസമയം ഇതിൽ കൂടുതൽ തീവ്രമാകാനൊക്കെയുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇതുവരെ കണ്ടെത്തിയ വൈറൽ സ്ട്രെയിനുകൾ ഏതാണ്ട് 4000-ലധികം വൈറൽ സ്ട്രെയിനുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല സമയങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് മിക്കവാറും രാജ്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജനിതക ഘടനയിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് സ്ഥിരമായിട്ട് ഇന്ത്യയിലും തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ICMRന്റെ കീഴിൽ നിരന്തരമായിട്ടുള്ള ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരു ജനിതക മാറ്റം സംഭവിച്ച വൈറസ് സ്ട്രെയിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ നമ്മളും ഇതിൽ സജ്ജമായിരുന്നു. തീർച്ചയായിട്ടും അവിടെ നിന്ന് വന്ന യാത്രക്കാരിൽ നമ്മൾ അതിന്റെ നിരീക്ഷണം വ്യാപിപ്പിക്കുകയുണ്ടായി. അവരെ ക്വാറന്റൈൻ വിധേയമാക്കി. അതിൽ പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ സാമ്പിൾസ് നമ്മൾ RT-PCR ടെസ്റ്റിന് ഉപരി ഇതിന്റെ ജനറ്റിക് സീക്വൻസിംഗ് കൂടെ നോക്കാനായിട്ട് പൂനെയിലെ ലാബിലേക്ക് സാമ്പിൾസ് കൊണ്ടുപോവുകയും അതിന്റെ ജനറ്റിക് സീക്വൻസ് പഠന വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ ഒരുപാട് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല. ആകെയുള്ളത് നേരത്തെ ഉള്ള സ്ട്രെയിനേക്കാൾ കുറച്ചുകൂടി വ്യാപന ശേഷിയുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ ഉള്ള ഒരു വൈറസ് സ്ട്രെയിന്റെ വ്യത്യാസം ഒരു 2 പേരോ 2-3 പേരിലേക്ക് വ്യാപിക്കുന്നത് കുറച്ചുകൂടെ കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാനാണ്. ഒരു 70%, നേരത്തെ ഉള്ളതിനേക്കാൾ ഒരു 70% വ്യാപന ശേഷി കൂടുതലുണ്ട്. അതിന് R0 എന്നുള്ള ഫാക്ട്, ബേസിക് റിപ്രൊഡക്ഷൻ നമ്പർ എന്നുള്ളത് R0 ഇപ്പോൾ 2.5 ആയിരുന്നു നേരത്തെ ഉള്ളതിന്റെ ഏതാണ്ട് കണക്കാക്കിയിരുന്നത്. അതിലൊരു 0.4 കൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രെയിൻ അത് വ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാകും എന്നുള്ളതൊന്ന്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, ഇനി എത്ര വ്യാപനശേഷി കൂടിയാലും കുറഞ്ഞാലും ഇത് വ്യാപനം ഒരേ രീതിയിൽ തന്നെയാണെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് മാസ്ക് ഉപയോഗിച്ചും ശാരീരിക അകലം പാലിച്ചും നമുക്ക് പൂർണ്ണമായിട്ടും ഇത് പ്രതിരോധിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഇനി ഇതിനെ സംബന്ധിച്ച് ഉള്ളൊരു ചോദ്യം, ഈ വൈറസിന് എതിരായിട്ട് നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ലാബുകളിലായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിനുകൾ, അതിൽ ഏതാണ്ട് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ ഏതാണ്ട് 9ഓളം വാക്സിനുകൾ പല രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ള വാക്സിനുകൾ എല്ലാം തന്നെ ഇതൊന്നും തന്നെ ഇപ്പോഴത്തെ സ്ട്രെയിനിനെ സംബന്ധിച്ചോളം നമുക്കതൊരു ആശങ്ക ഉണർത്തുന്നതല്ല. തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ സ്ട്രെയിനും ഇപ്പോഴത്തെ രീതിയിലുള്ള ജനിതക മാറ്റങ്ങളൊക്കെ തന്നെ നമ്മുടെ വാക്സിനുകൾക്ക്, ഇപ്പോൾ വികസിപ്പിച്ചിട്ടുള്ള വാക്സിനുകൾക്ക് ഫലപ്രദമായിട്ട് തന്നെ അതിനെ നേരിടാൻ സാധിക്കും. ആ വാക്സിൻ കൊണ്ട് ഈ രോഗത്തെ, ഈ പുതിയ സ്ട്രെയിനിനെയും
നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പുതിയ വൈറസ് വകഭേദം ബ്രിട്ടനിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. യുകെയിൽ നിന്ന് ഇന്ത്യയിലെത്തി കോവിഡ് രോഗം സ്ഥിരീകരിക്കുന്നവരുടെ സ്ഥിതിഗതികൾ കേന്ദ്ര സംസ്ഥാന ആരോഗ്യ മന്ത്രാലയങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഇവരുടെ സാമ്പിളുകൾ ജിനോമിക് സീക്വൻസിംഗിന് വിധേയമാക്കും. എയർ സുവിധ ഓൺലൈൻ പോർട്ടലിൽ ലഭ്യമായ ബ്രിട്ടനിൽ നിന്നെത്തിയ യാത്രക്കാരുടെ വിശദ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിരീക്ഷണം ശക്തമാക്കി. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിനെ നേരിടാൻ കേരളം കൈക്കൊണ്ട നടപടികളെക്കുറിച്ച് ആരോഗ്യമന്ത്രി കെ ശൈലജ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണമെന്നാണ്. എന്നാൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് മോർട്ടാലിറ്റി റേറ്റ് അപ്പോഴും പഴയതുപോലെ തന്നെ നിൽക്കുകയാണ്, ഇത് കൂടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന ഒന്ന് വന്നാൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടും കാര്യമില്ല, മരണസംഖ്യ കൂടും. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും വിളിച്ചു ചേർത്ത് യോഗം ചേർന്നു, അതിനെക്കുറിച്ച് ചർച്ച നടത്തി ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മുടെ 4 എയർപോർട്ടുകളിൽ നല്ല ഒരു വിജിലൻസ് ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് നല്ല ശ്രദ്ധ കൊടുത്തു. യുകെയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ വാർത്ത വരുന്നതിന് തൊട്ട് മുമ്പ് വന്നവരെയും നമ്മളൊന്നുകൂടി വാച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ എന്ത് തന്നെയായാലും നമ്മൾ ശ്രദ്ധാലുക്കളാവുക. കാരണം ഇത് വൈറസ് ആണ്. നമ്മൾ നന്നായിട്ട് എല്ലാ സമയവും കണ്ണും കാതും തുറന്ന് ഇരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോംവഴി. വേറെ നമുക്കൊരു മാർഗവുമില്ല. കോവിഡ് മഹാമാരി പിടിമുറുക്കി തുടങ്ങിയ നാളുകൾ മുതൽ തന്നെ ലോകം വാക്സിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. മഹാമാരിയെ തളയ്ക്കാൻ പ്രതിരോധ കുത്തിവയ്പ്പിനല്ലാതെ മറ്റൊന്നിനും കഴിയില്ലെന്ന ബോധ്യം ലോകമെങ്ങുമുള്ള സർക്കാരുകളെയും ശാസ്ത്രലോകത്തെയും കർമ്മനിരതരാക്കി. നിരവധി ഗവേഷണ സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരും വർഷത്തിന്റെ നല്ലൊരു പങ്കും ഈ ഉദ്യമത്തിനായി മാറ്റിവെച്ചു. ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ പരീക്ഷണങ്ങളിൽ പങ്കാളികളായി. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഈ മാസം 8-ന് ബ്രിട്ടൻ ലോകത്താദ്യമായി പൗരന്മാർക്ക് വാക്സിൻ വിതരണം ആരംഭിച്ചു. ആദ്യ ഡോസ് ഏറ്റുവാങ്ങിയത് മാർഗരറ്റ് കീനൻ എന്ന 90 വയസ്സുകാരി മുത്തശ്ശിയാണ്. ഫൈസർ ബയോഎൻടെക് വികസിപ്പിച്ച വാക്സിനാണ് ഇവർക്ക് നൽകിയത്. തുടർന്ന് അമേരിക്കയിലും വാക്സിനേഷൻ പ്രോഗ്രാമുകൾ ആരംഭിച്ചു. ബ്രിട്ടനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും ആകാശവാണിക്ക് വേണ്ടി ശ്രീ എൻ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അതിവ്യാപന ശേഷിയുള്ള ജനിതകമാറ്റം വന്ന കൊറോണ വൈറസിന്റെ കണ്ടെത്തലോടെ രാജ്യത്തിന്റെ ഏതാണ്ട് പകുതിയിലേറെ പ്രദേശവും ക്രിസ്മസ് ദിനത്തിന് നൽകിയ ചെറിയ ഇളവുകൾക്ക് ശേഷം സമ്പൂർണ്ണ ലോക്ഡൌണിന് സമാനമായ Tier 4 നിയന്ത്രണത്തിലായി. ക്രിസ്മസ് ദിനത്തിൽ 570 പേർ കൂടി മരിച്ചതോടെ മൊത്തം മരണസംഖ്യ 70,000 കവിഞ്ഞു. അന്ന് 32,725 പുതിയ കേസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്മസ് അവധിക്കാലമായതിനാൽ കേസുകളും മരണങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള താമസം കാരണം സംഖ്യ ഇനിയും വർദ്ധിക്കാമെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. താമസിയാതെ രാജ്യം മുഴുവൻ സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയുമുണ്ട്. കെന്റിലും ലണ്ടനിലെ ചില ഭാഗങ്ങളിലും വ്യാപനശേഷി കൂടിയ വൈറസ് സെപ്റ്റംബർ പകുതിയോടെ തന്നെ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഡിസംബർ 2-ാമത്തെ ആഴ്ചയോടെയാണ് അതിന്റെ സാന്നിധ്യം തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലും വെയിൽസിലും രൂക്ഷമായത്. ഈ പ്രദേശങ്ങളിൽ രോഗമുണ്ടായവരിൽ 3-2 പേർക്കും ഇത്തരം വൈറസ് ബാധയാണെന്നാണ് കണ്ടെത്തിയിരുന്നത്. 40-ലേറെ രാജ്യങ്ങൾ ബ്രിട്ടനിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തി. US-ലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് 72 മണിക്കൂറിനകം എടുത്ത് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകണം. അതുപോലെ കോവിഡ് ഇല്ലെന്ന് റിപ്പോർട്ട് നൽകിയാലേ ഫ്രാൻസിലേക്ക് ബ്രിട്ടനിൽ നിന്നും യാത്ര ചെയ്യാനാവൂ. പല യൂറോപ്യൻ രാജ്യങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ ഉള്ള ലോക്ഡൌണിലാണ്. ഡിസംബർ 8-ാം തീയതി ആരംഭിച്ച വാക്സിൻ വിതരണത്തിന് ഇത് ബാധിച്ചിട്ടില്ലെന്നും 5 ലക്ഷത്തോളം പേർക്ക് ആദ്യ ഡോസ് നൽകിക്കഴിഞ്ഞുവെന്നും ബ്രിട്ടീഷ് ആരോഗ്യമന്ത്രി മാറ്റ് ഹാൻകോക്ക് പറഞ്ഞു. ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക്ക കമ്പനിയും ചേർന്ന് നിർമ്മിച്ച വാക്സിൻ അംഗീകാരത്തിന് നൽകിക്കഴിഞ്ഞു. ഇതുകൂടി ലഭ്യമാകുന്നതോടെ വാക്സിൻ സംരംഭം കൂടുതൽ വേഗത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ ഞായറാഴ്ച മുതൽ ഫൈസർ ബയോൺടെക് വാക്സിൻ വിതരണം ആരംഭിച്ചു. വാക്സിൻ വിജയകരമായി നടപ്പിലാക്കിയതോടെ 2020 അവസാനത്തോടെ കോവിഡ് രോഗബാധയ്ക്ക് ശമനം വരും എന്ന പ്രതീക്ഷ ഈ സംഭവങ്ങൾ മൂലം ആശങ്കയ്ക്ക് വഴിമാറിയിരിക്കുന്നു. ദരിദ്ര രാജ്യങ്ങളിലെ ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ സഹായമെത്തിക്കണമെന്ന് സമ്പന്ന വികസിത രാജ്യങ്ങളോട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടാരസ് ആഹ്വാനം ചെയ്തു. ഇന്ത്യയിൽ പൂനെ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 3 ഗവേഷണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് വാക്സിൻ വികസനം പ്രധാനമായും നടക്കുന്നത്. ആസ്ട്രാസെനിക്ക, ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവയുമായി സഹകരിച്ചാണ് പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വാക്സിൻ നിർമ്മിക്കുന്നത്. കോവിഷീൽഡ് എന്നാണ് വാക്സിന് നൽകിയിരിക്കുന്ന പേര്. ഹൈദരാബാദിലെ ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിന്റെ പേര് കോവാക്സിൻ എന്നാണ്. അഹമ്മദാബാദിലെ സൈഡസ് ബയോ പാർക്കിൽ സൈഡസ് കാഡില ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി വികസിപ്പിച്ച വാക്സിൻ സൈഗോവി D എന്നാണ് അറിയപ്പെടുന്നത്. നവംബർ അവസാന വാരം
ഈ 3 സ്ഥാപനങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുകയും വാക്സിൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തു. പ്രതിരോധ മരുന്നിന്റെ തൊട്ടരികിലാണ് നാം എന്നും, എന്നാൽ ഇത് വിജയിക്കാൻ പൊതുജന പങ്കാളിത്തവും ശാസ്ത്രബോധവും അത്യാവശ്യമാണെന്നും പിന്നീട് നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ മരുന്ന് നിർമ്മാണ വ്യവസായം ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ചതാണ്. ലോകത്തിന്റെ ഫാർമസിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. അതിനാൽ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ വാക്സിൻ വേഗത്തിൽ ലഭ്യമാക്കാൻ ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുക സ്വാഭാവികമാണ്. നിരവധി രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കാത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വാക്സിൻ നയതന്ത്രം ഇന്ത്യക്ക് ആഗോളതലത്തിൽ കൂടുതൽ സാധ്യതകൾ തുറന്നുതരുമെന്ന് ഉറപ്പാണ്. വാക്സിൻ വികസിപ്പിക്കുന്നിടത്ത് തീരുന്നില്ല വെല്ലുവിളികൾ. വാക്സിനുകൾ കേടുകൂടാതെ സൂക്ഷിക്കാനും നിർമ്മാതാവിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും ശീതീകരണ സംവിധാനങ്ങൾ വേണം. നിരവധി തലങ്ങളിലുള്ള ഗുണനിലവാരം ഉറപ്പാക്കലും പ്രധാനമാണ്. ഇന്ത്യയെപ്പോലെ വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത് എല്ലാവർക്കും ഒറ്റയടിക്ക് വാക്സിൻ നൽകുക എന്നത് പ്രായോഗികമല്ല. അതിനാൽ പല ഘട്ടങ്ങളിലാകും വാക്സിൻ വിതരണം നടക്കുക. അതുകൊണ്ട് തന്നെ മുൻഗണനാക്രമത്തിൽ വിതരണം ചെയ്യാൻ സംവിധാനമൊരുക്കണം. ഇതിനെല്ലാമുള്ള നടപടികൾ രാജ്യത്ത് ഊർജിതമായി നടക്കുകയാണ്. വാക്സിൻ വിതരണത്തിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള പരിശീലനം വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുവരുന്നു. 681 ജില്ലകളിലായി 50,000-ഓളം ആരോഗ്യ പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും പരിശീലനം പൂർത്തിയായി. രാജ്യത്തെ 29,000-ഓളം കേന്ദ്രങ്ങളിലായി 86,000-ഓളം ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാക്സിൻ വിതരണം സുഗമമാക്കാൻ കോവിഡ് വാക്സിൻ ഇന്റലിജൻസ് നെറ്റ്വർക്ക് എന്ന ഡിജിറ്റൽ സങ്കേതവും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ രാജ്യത്തെ വാക്സിൻ വിതരണം സംബന്ധിച്ച വിവരങ്ങൾ തത്സമയം അറിയാനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കഴിയും. വാക്സിൻ വിതരണത്തിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം വാക്സിൻ സ്വീകരിക്കുന്നയാളെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നിരീക്ഷിക്കണം. പാർശ്വഫലങ്ങൾ ഉള്ളതായി കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റണം. ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കും 50 വയസ്സിന് മുകളിൽ പ്രായം ചെന്നവർക്കും ആകും ആദ്യഘട്ടമായി വാക്സിൻ നൽകുക. ഈ വിഭാഗങ്ങളിൽ പെടുന്ന 30 കോടിയോളം ജനങ്ങളെ മുൻഗണനാ വിഭാഗമായി തെരഞ്ഞെടുത്തതായി ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ അറിയിച്ചു. ഇതിനുശേഷം മറ്റുള്ളവർക്കും മുൻഗണനാക്രമം നിശ്ചയിച്ച് വാക്സിനുകൾ ലഭ്യമാക്കും. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ വാക്സിനേഷൻ പദ്ധതിയാവും ഇന്ത്യ നടപ്പിലാക്കുക. 20ഓളം മന്ത്രാലയങ്ങൾ ഇതിനായി കൈകോർക്കും എന്നാണ് സൂചന. ഇത്രയും സമഗ്രമായ പ്രതിരോധ പരിപാടി ആരംഭിക്കുമ്പോൾ നിരവധി തെറ്റായ പ്രചാരണങ്ങളും സമൂഹത്തിൽ പരക്കാൻ സാധ്യതയുണ്ട്. പൊതു താൽപര്യത്തിനും ദേശക്ഷേമത്തിനും എതിരായ ഇത്തരം ദുഷ്പ്രചരണങ്ങളെ നേരിടാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. आप सभी जानते हैं कि जब भी इतना व्यापक टीकाकरण अभियान चलता है तो अनेक प्रकार की अफवाहें भी समाज में फैलाई जाती हैं। ये अफवाहें जनहित और राष्ट्रहित दोनों के विरुद्ध होती हैं। इसलिए हम सभी दलों का ये दायित्व है कि देश के नागरिकों को ज्यादा से ज्यादा जागरूक करें, उन्हें किसी भी अफवाह में बचाएं। കേരളത്തിലും വാക്സിൻ വിതരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കേരളത്തിലെ ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനങ്ങളും കോവിഡിനെതിരായ പോരാട്ടത്തിൽ ആർജിച്ച അനുഭവ സമ്പത്തും വാക്സിനേഷൻ സംരംഭത്തെയും അനുകൂലമായി സ്വാധീനിക്കും എന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിൽ വാക്സിൻ വിതരണം തികച്ചും സൗജന്യമായാകും നടത്തുക എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ജനങ്ങൾ ഏറ്റവും അധികം ചിന്തിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു സംശയവും വേണ്ടതില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് വാക്സിൻ എത്ര കണ്ട് ലഭ്യമാകുമെന്നുള്ളത് വേറെ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ നൽകുന്ന വാക്സിനൊക്കെ സൗജന്യമായിട്ടായിരിക്കും. കൊറോണ വൈറസിന്റെ ജനിതക ഘടനയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടാവാം. പക്ഷേ അതിനെ പ്രതിരോധിക്കേണ്ട അടിസ്ഥാന രീതികൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, പുറത്തു പോകുമ്പോൾ മാസ്ക് നിർബന്ധമായും ധരിക്കുക, ഇടയ്ക്കിടെ കൈകൾ വൃത്തിയാക്കുക, സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ ലളിതമായ ചിട്ടകളിലൂടെ നമുക്ക് രോഗത്തെ അകറ്റി നിർത്താം. വാക്സിൻ എല്ലാവരിലേക്കും എത്താൻ ഇനിയും അനേകം മാസങ്ങൾ വേണ്ടിവരും. വാക്സിൻ വിതരണം ആരംഭിച്ചു എന്നത് ജാഗ്രതയിൽ നീക്കുപോക്ക് വരുത്താനുള്ള കാരണമല്ല. എല്ലാവർക്കും വാക്സിൻ ലഭ്യമാകുന്നതുവരെ, അവസാനത്തെ കോവിഡ് ബാധിതനും രോഗമുക്തി നേടുന്നതുവരെ നമുക്ക് ജാഗ്രത തുടർന്നേ മതിയാകൂ. लेकिन याद रखिए, मुझे विश्वास है आप याद रखेंगे, इतना ही नहीं मेरी बात मानेंगे भी। जब तक दवाई नहीं तब तक ढिलाई नहीं, 2 गज की दूरी, मास्क है जरूरी, इस मंत्र को भूलना नहीं है। आपका स्वास्थ्य उत्तम रहे। വാർത്താ തരംഗിണി സമാപിച്ചു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ്. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച 9 മണിക്ക് കേൾക്കാം.